نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به وقولوا الأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ അല്ലാഹു സുബ്ഹാനഹു തആല സൂക്ഷിച്ച് ജീവിക്കണം ചൊല്ലുന്ന നല്ലൊട്ടിക്കും നിങ്ങളെല്ലാവരുടെയും വസിയത്തായിട്ടുള്ള ഉപദേശിച്ചുകൊണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ യഥാർത്ഥ മുഅ്മിനുമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും മാറ്റി തീർക്കണം. ഇവിടെ ഒട്ടികായതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടികാവുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തരട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, കഴിഞ്ഞ ഖുതുബ കണ്ടിന്യൂ ആയിട്ടിക്ക് ഇന്നത്തെ ഖുതുബ ആകുന്ന വിചാരിക്കും. അതായത് കഴിഞ്ഞ ഖുതുബ നച്ചത്ര ഒരു ആമായിട്ട് ജനറലായിട്ട് കുറേ വിഷയം നാം മനസ്സിലാക്കിയ പെണ്ണുങ്ങളെ ഇസ്ലാം പെണ്ണുങ്ങൾക്ക് എങ്ങനെ സ്ഥാനം കൊടുക്കുന്നു ചൊല്ലിയ വിഷയം, അതേപോലെ ആ സ്ഥാനത്തെ വെച്ചിട്ട് പെണ്ണുങ്ങ എങ്ങനെ ഇക്കൊള്ളു ചൊല്ലിയ വിഷയത്തിലും പെണ്ണുങ്ങൾക്ക് ഇസ്ലാം കൊടുക്കുന്ന അവകാശ ആ അവകാശ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒരേപോലെ കൊടുക്കരെങ്കും അവകാശം എടുക്കുന്ന വിഷയത്തിൽ പെണ്ണും ആണും ഒരേപോലെ അല്ല. അതൊരു രീതി ആണ്. അവന്റെ അവകാശം എടുക്കുന്ന രീതിയും പെണ്ണ് അവളുടെ അവകാശം എടുക്കുന്ന രീതി വ്യത്യാസം ചൊല്ലിയ വിഷയത്തിലും ഞാൻ മനസ്സിലാക്കിയ. ഏതായാലും ഇത് ഒരു ആമയിട്ടുള്ള ഒരു വിഷയത്തേക്ക് അതിന്റെ ഒരു മങ്ങിലായ പെണ്ണ് അതേപോലെ ഒരു മങ്ങിലായ ആണ് എങ്ങനെ ഇക്കുന്നു ചൊല്ലിയ വിഷയത്തിലും ഇസ്ലാം ഗൗരവമായി നമുക്ക് പഠിപ്പാട്ടേ ഒരു വിഷയത്തേക്ക്. ദാമ്പത്യ ജീവനത്തിൽ ഒരു പെണ്ണ് എങ്ങനെ ഇക്കുന്നു ചൊല്ലതും ആ പെണ്ണിന് കിട്ടിയ അവകാശം എന്തുള്ള ചൊല്ലതും അതേപോലെ ഒരു ആണ് എങ്ങനെ ഇക്കണം ആ ആണ് കൊടുക്കണായ അവകാശം എന്തിനെ ചൊല്ലതും ഇസ്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് പഠിപ്പാട്ടി തന്നു. ഒന്നാമത്തേത് ആണ് പെണ്ണ് ഈ ദാമ്പത്യ ജീവനത്തില് അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച നിക്കാഹ്, ആ നിക്കാഹ് ചൊല്ലുന്നത് ഭയങ്കര വലിയൊരു വിഷയത്തിക്ക്. നിക്കാഹ് അത് നമുക്ക് ദുനിയാവിൽ മാത്രം തീർക്കുകൊള്ള ചെറിയ ഒരു വിഷയമല്ല. നിക്കാഹ് ആ ഒരു ചെറിയതായെങ്കും നിക്കാഹിനുള്ള ബന്ധ അത് വലിയതെത്തിക്കുന്നു. നിക്കാഹ് ചെറിയ രൂപത്തിൽ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിലേക്കും നിക്കാഹിൽ പിന്നുള്ള ഒരു മാപ്പിളെ പെഞ്ഞയുടെ ബന്ധ അത് വലിയൊരു ബന്ധ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടില്ലേ.
ഒർക്കും തകർക്കാവാത്തെ, ഒർക്കും വേറെ വേറെ ആവുകാവാത്തെ, അതേപോലെ ആയത്തര സുലുഹുൽ പോയിട്ട് ദുനിയാവില് മാത്രമല്ല ആഖിറത്തിലും സ്വർഗത്തിലും ഒട്ടിക ആവുരത്തെ ഒരവസ്ഥയ്ക്ക് ഇസ്ലാം നിക്കാഹിനെ കാണ്ടേ, ദാമ്പത്യ ജീവനത്തെ കാണ്ടേ. അത് കാലി ഭയങ്കര സുലാഭത്തില് നിക്കാഹ് ചൊല്ലത് ഭയങ്കര സുലാഭത്തിലാക്കിയിട്ട് അതിലെ ബന്ധ വലിയൊരു മഹത്വം കൊടുത്തു ചൊല്ലത് ഗൗരവമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കാനായി ഒരു വിഷയത്തിക്കല്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹിന്റെ വിഷയത്തിൽ ചൊല്ലുമ്പോൾ ഖുർആനിൽ സൂറത്തു മാഇദയിലെ 1-ാമത്തെ ആയത്തിൽ നമുക്ക് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിമാരെ വിളിച്ചു ചൊല്ലുറേ, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസിമാരെ, അല്ലെ സത്യവിശ്വാസിമാരെ വിളിച്ചിട്ട് മുഅ്മിനുമാരെ വിളിച്ചിട്ട് അല്ലാഹു ചൊല്ലുറേ, ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങളെ നിക്കാഹ് ചൊല്ലുറേ ആ ഒരു ബന്ധത്തെ നിങ്ങൾ സ്ഥാപനക്കൂ, അതായത് അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കൂ, അതിലെ മഹത്വം നിങ്ങൾ അറിയൂ, അതിനെ നിങ്ങൾ വെച്ചോളൂ ചൊല്ലിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബന്ധത്തെ വിഷയത്തിൽ നമുക്ക് പഠിപ്പാട്ടേ. അതേപോലെ ഖുർആനിൽ പിന്നൊരു അല്ലാഹു ചൊല്ലുറേ, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീള, വലിയ ഒരു കരാറ്, ആ കരാറ് നിങ്ങൾ വെച്ചോളൂ, ആ കരാറിനെ ഗട്ടിപ്പിടിക്കണം, ആ കരാറിനെ നിങ്ങൾ ഓർക്കും തകർക്കാട്ടെ, അതിനെ പൊളിച്ചുകൂടാട്ടെ, നല്ല രീതിയിൽ കൊമ്പോണു ചൊല്ലിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹിന്റെ വിഷയത്തില്, മങ്ങിലത്തെ വിഷയത്തില്, അല്ലെങ്കിൽ മാപ്പിള പെഞ്ഞയുടെ ദാമ്പത്യ ജീവനത്തെ വിഷയത്തില് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടത് നമുക്ക് കാണുക സാധ്യവേ. അതേപോലെ ഒരു മാപ്പിള പെഞ്ഞായി ആക്കി കൊടുക്കാനായി അവകാശം എന്തെല്ലുണ്ടു, അതേപോലെ ഒരു പെഞ്ഞായി മാപ്പിള ആക്കി കൊടുക്കാനായി അവകാശം എന്തെല്ലുണ്ടു, ഇതെല്ലാം നമ്മൾ സർവ്വസാധാരണ കേൾക്കുന്നതായ ഒരു വിഷയം ആയെങ്കും ഇന്നത്തെ കാലത്ത് എത്രയേ ചൊന്നെങ്കും എത്രയേ മനസ്സിലാക്കി കൊടുത്തെങ്കും ആൾമാർ അത് എടുക്കുന്ന പോലത്തെ അവസ്ഥയിലില്ല. അത് പെണ്ണിങ്ങാവട്ടെ ആണിങ്ങാവട്ടെ എല്ലാവരും എത്രയേ ഇസ്ലാമിലെ റൂൾസ് റെഗുലേഷൻ ഇങ്ങനെ ഉണ്ട്, ദാമ്പത്യ ജീവന ഇത്ര ഗൗരവമായിട്ട് ഞങ്ങൾ കാണുന്നു, എത്രയേ ചൊന്നെങ്കും എടുക്കുകയാവാത്ത മനസ്ഥിതി എത്തിക്കര് ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തെ അവസ്ഥ നമുക്ക് കാണുക സാധ്യവേ. ആയെങ്കും പിന്നും പിന്നും നെൻപാക്കരുത്, ഞങ്ങളുടെ മേൽ കഡ്ഡായ എത്തിക്കര്, പിന്നും പിന്നും ചൊന്നു കൊടുക്കരുത്, ഞങ്ങളുടെ മേൽ കഡ്ഡായ എത്തിക്കര്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുറേ, ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ നെൻപാക്കൂ, മുഅ്മിനുമാർക്ക് നെൻപാക്കരുത് എപ്പം ഉപകാരമായി എത്തിക്കര്. അങ്ങനെ ഒരു നെൻപാക്കല് ചൊല്ല ഉദ്ദേശത്തില് ദാമ്പത്യ ജീവനത്തില് ഒരു പെണ്ണിന് കൊടുക്കാനായ അവകാശം എന്തിനെ ചൊന്തു ആണറിയണോ, ആണിന് കൊടുക്കാനായ അവകാശം എന്തിനെ ചൊന്തു പെണ്ണറിയണോ. ഇത് ഗൗരവമായിട്ട് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കാനായി ഒരു വിഷയത്തിക്കല് നോക്കൊരു പെണ്ണുകൾക്ക് കൊടുക്കുന്ന ഇസ്ലാം 1-ാമത്തെ അവകാശത്തെ നമുക്ക് പഠിപ്പാട്ടേ, മഹിളാമത്തുക്ക് പെണ്ണുക്ക് മഹർ കൊടുക്കുന്നതെത്തിക്കല് അല്ലേ. ഇസ്ലാം ഒരു നിക്കാഹാവുമ്പോ 4 കണ്ടീഷനെ വെച്ചിട്ട്, ഒന്ന് ആ പെണ്ണിന്റെ വലി, 2 ആ മഹിളാവ് പോണ്ട ആള്, 3-ാമത്തേത് മഹർ, 4-ാമത്തേത് 2 സാക്ഷി. ഇതോടുകൂടി ഇസ്ലാമിൽ നിക്കാഹാവും അവിടെ മഹർ ചൊല്ലത് ഭയങ്കര പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു വിഷയത്തിക്കര്. മഹർ പെണ്ണിന്റെ അവകാശത്തിക്കര്, 1-ാമത്തെ അവകാശം പെണ്ണിന് കൊടുക്കുന്ന 1-ാമത്തെ അവകാശ മഹർ ചൊല്ലതെത്തിക്കര്. അത് പെണ്ണിന് കൊടുത്ത വില, അത് പെണ്ണിന് നിശ്ചയിച്ച സ്ഥാനത്തിക്കര് ഇസ്ലാം അല്ലേ. അല്ലാണ്ട് പെണ്ണിൽ നിർത്തി എടുക്കുന്നത് ഇസ്ലാം പഠിപ്പാട്ടില്ല. സ്ത്രീധന, കാസ്, ബംഗാറ് ഇത് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടില്ല. ഇത് ഹറാമൈത്തിക്കര് ചൊല്ലുന്ന നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് ആണ് പെണ്ണുക്ക് കൊടുക്കണം, അതൈത്തിക്കര് മഹർ, ആ മഹർ കൊടുക്കുക ഇസ്ലാം ഖുർആനിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാടി തന്ന വആതുൻ നിസാഅ സദഖാതിഹിന്ന നിഹ്ല വആതുൻ നിസാഅ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കണം സദഖാതിഹിന്ന നിഹ്ല, അങ്ങനെ സദഖാത്ത്, അങ്ങനെ മഹർ, അനക്ക് നിശ്ചയിച്ചതായിട്ടുള്ള മഹർ അത് നിങ്ങൾ കൊടുക്കണോ ചൊല്ലിയിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറേ. ആ മഹർ കൊടുത്തതിൽ പിന്നെ ആണുക പിന്നെ അതിൽ അവകാശം ഉണ്ടാ, ആണുക അതിനെ തുടരാൻ അവകാശം ഇല്ല, പിന്നെ അതിന് അവകാശമില്ലേ, പിന്നെ അതിനെ കൈകാര്യാക്കുള്ളൂ പെണ്ണെത്തിക്കാറ് അല്ലെ. ആണ് ഒരു മഹർ കൊടുത്തെങ്കിൽ പിന്നെ അതിന് അവകാശിയായിട്ടുള്ള ആള് പെണ്ണെത്തിക്കാറ്, പിന്നെ മാപ്പിളക്ക് അതിന് തുടങ്ങുള്ള അവകാശം ഇല്ല, മാപ്പിള അതെടുത്തിട്ട് വിൽക്കുന്ന അവകാശം ഇല്ല. പെണ്ണ് അംഗീകരിക്കാട്ടെ, പെണ്ണിന് പെർമിഷൻ ഇല്ലാട്ടെ ആ ആണുക്ക് അതിലെടുക്കുള്ള അവകാശമില്ല. അതേ ഇസ്ലാം പഠിപ്പാട്ടേ, വലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് ഹലാലല്ല
അൻതഖുദു മിമ്മാ ആതീതുമൂഹുന്ന ഷൈആ, നിങ്ങൾ കൊടുത്ത മഹറിൽ നിന്ന് എന്തേ ഒന്ന് എടുക്കരുത്, നിങ്ങൾക്ക് ഹലാൽ അല്ല ചൊല്ലിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആണികളുടെ പടിപാട്ടരെ മാപ്പിളമാരുടെ പടിപാട്ടരെ അതേ മഹർ കൊടുത്തതിൽ പിന്നെ ആ മഹർ അവിടെ എത്തിക്കരുത്, അതിൽ പിന്നെ അവിടെ പെർമിഷൻ ഇല്ലാണ്ട് ആ മഹർ തുടരെ അവകാശം ഒരാളില്ല ചൊല്ലിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് പടിപാട്ട്. അതേ തിക്ര ഒന്നാമത്തെ അവകാശത്തെ ഇസ്ലാം പെണ്ണുകൾ കൊടുക്കുറേ. രണ്ടാമത്തേത് അതെ പെണ്ണായിമാരുടെ ചെലവ് നോക്കുന്നതും അതേപോലെ അവളുടെ ജിമ്മിദാരി ഏറ്റെടുക്കുന്നതും അത് ആണ്ടെ കടമയിട്ടിക്കറ്. അത് ഇസ്ലാം നമുക്ക് വഴിപാട്ടുണ്ടായി രണ്ടാമത്തെ അവകാശം. ഒരു പെണ്ണിന് കൊടുക്കുന്ന അവകാശത്തിൽ രണ്ടാമത്തേത് ആണ് മങ്ങിലായാൽ പിന്നെ ആ പെണ്ണിനെ ജിമ്മിദാരി ഏറ്റെടുക്കറ്, അവൾക്ക് ചെലവ് കൊടുക്കുറേ. അല്ലാണ്ട് മങ്ങിലായാൽ പിന്നെ അവളുടെ വിട്ടുവിടണമാ, അവൾ എന്തുവിനാ കെട്ടിച്ചുണ്ടതാ, അവളുടെ ഇഷ്ടപല കെട്ടിച്ചുണ്ടതാ. ഇസ്ലാം ജിമ്മിദാരി വഴിപാട്ടില്ല. ഒരു സത്യവിശ്വാസിന്റെ കണ്ടെങ്കിൽ ആ പെണ്ണിനെ ജിമ്മിദാരി ഏറ്റെടുക്കണോ ആണയിട്ടിക്കണം, അവളുടെ ചെലവ് നോക്കരുത്, അവളുടെ റിസ്ക് നോക്കരുത്, അവൾക്ക് അത് ഉടുക്ക കൊടുക്കരുത്. ഇതെല്ലാം ആണ്ടെ വേല് അല്ലാഹു സുബ്ഹാനഹു തആല ജിമ്മിദാരി കൊടുത്തു. അതേ അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, അതേ പെണ്ണുങ്ങളെ മേല് ആണുകൈത്തിക്കറ് കൈകാര്യ കർത്തത്തുള്ളേ. ആണുകൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല പെണ്ണുകളുടെ മേല് കൈകാര്യ കർത്തവുള്ളേ ചെന്നെങ്കിൽ അതേ അവളുടെ എല്ലാ ചെലവും അവളുടെ എല്ലാ രീതിയിലുള്ള ആ ഇത് ആ ആണ് കൊടുക്കുന്നു ചൊല്ലതെത്തിക്കറ് ഇസ്ലാം പടിപ്പാട്ടറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ദീനാറും ദീനാർ നബിയുടെ കാലത്തെ കാസ് ദീനാറും ദിർഹമൈത്തി. നബിയുടെ കാലത്ത് റുപ്പീസ് ചൊല്ലற പോലെ നബിയുടെ കാലത്ത് ദീനാറും ദിർഹമൈത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് ദീനാർ ഒരു ദീനാർ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ചെലവാക്കുറാറുണ്ട് വിചാരിക്കും. അതേപോലെ വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ, പിന്നൊരു ദീനാർ അടിമ മോചനത്തിൽ നിങ്ങൾ ചെലവാക്കുറാറുണ്ട് വിചാരിക്കും. വദീനാറുൻ തസദ്ദഖത് ബിഹി അലാ മിസ്കീൻ, പിന്നൊരു ദീനാർ നിങ്ങൾ മിസ്കീന് കൈക്ക് കൊടുക്കുറാറുണ്ട് വിചാരിക്കും. വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, പിന്നൊരു ദീനാർ നിങ്ങളെ പെണ്ണായി മക്കൾക്ക് നിങ്ങൾ ചെലവാക്കുറാറുണ്ട് വിചാരിക്കും. ഈ എല്ലാ ദീനാറിലും അഅ്ലമുഹാ അജ്റൻ, എല്ലാ തൻതിയാറ അജ്ർ കിട്ടുന്ന ദീനാർ അല്ലദി അൻഫഖ്തഹു അലാ അഹ്ലിക, നിങ്ങളെ പെണ്ണായി മക്കൾ നിങ്ങൾ ചെലവാക്കിയതായ ദീനാറെ ദിക്ർ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുന്നത് നമുക്ക് കാണുക സാധ്യവും. നമ്മൾ ഏത് വിഷയത്തിൽ ചെലവാക്കിയെങ്കിലും എല്ലാ തൻതിയാറ പ്രതിഫല കിട്ടേ, എല്ലാ തൻതിയാറ അജ്ർ കിട്ടേ, എല്ലാ തൻതി മഹത്വമായിട്ടുള്ളത് ഞങ്ങളെ കുടുംബത്തേക്ക് ഞങ്ങളെ പെണ്ണായി മക്കൾക്ക് ചെലവാക്കുന്നത് ദിക്ർ ചെന്ന് ദിക്ർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടേ. അപ്പൊ അതിന്റെ മഹത്വം ഞങ്ങൾ അറിയും. അതൊരു ആദത്തേക്ക് ഞങ്ങൾ കൂത്തിയ ഒരു ആദത്തേക്ക് എപ്പം ചെലവ് കൊടുക്കുക അവത്തുള്ളൂ. അതേപോലെ എല്ലാ നാളും അതേപോലെ ചെലവ് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഞാൻ ചെലവ് കൊടുത്തില്ല ನನ್ನ മക്ക പട്ടിണിയാവും, ನನ್ನ പെണ്ണായ മക്ക പട്ടിണി, അങ്ങനത്തെ ഉദ്ദേശത്തിലുണ്ടായെങ്കിൽ അത് അജ്റില്ല. നേരെ മറിച്ച് ഞങ്ങൾ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ ആ ചെലവ് അള്ളാഹു നമുക്ക് അജ്ർ തണ്ട്. നിന്റെ പെണ്ണായും നിന്റെ മക്കളും നിന്റെ കുടുംബത്തിനും ഞാൻ ചെലവാക്കിയെങ്കിൽ അള്ളാഹു ഒരു അജ്ർ കിട്ടുന്ന നീയത്തിൽ ഞങ്ങൾ കൊടുക്കാൻ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഖണ്ഡിതമായിട്ടും അതിൽ അജ്ർ കിട്ടുന്നത് ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് കഫാ ബിൽ മർഇ ഇസ്മൻ, ഒരാളിന് തപ്പായിട്ട് അതുമയാവും ഏത് അയ്യുദഹിയ മൻ യഖൂത്, അവന്റെ കാസർ ബെർദിനും വേസ്റ്റ് ആക്കരെ. ഒരാൾക്ക് തപ്പായിട്ട് അതുമയാവും ഏത് അവന്റെ കാസറെ അവൻ ചെലവാക്കുക ഉള്ളക്ക് ചെലവാക്കാട്ടെ അതിനെ വേസ്റ്റ് ആക്കി വിടേ. അങ്ങനത്തെ അത് തപ്പായിട്ട് അതുമയാവും ചൊല്ലിത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഴിപാട്ടേ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് അഫ്ളലു ദീനാറിൻ യുൻഫിഖുഹു റജുലു, ഒരു ആള് ചെലവാക്കുന്നതിൽ എല്ലാ തരത്തിൽ നല്ല അഫ്ളലായ ദീനാറ് ദീനാറുൻ യുൻഫിഖുഹു അലാ ഇയാലിഹി, അവന്റെ കുടുംബത്തക്ക് അവൻ ചെലവാക്കുന്നത് ദീനാറെ ദിക്ർ എല്ലാ തരത്തിയാർ മഹത്തുള്ളതും എല്ലാ തരത്തിയാർ അഫ്ളലായിട്ടുള്ളതും ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പാട്ടേ. അപ്പൊ കുടുംബത്തെ നോക്കരുതോ, ആ പെണ്ണായ മക്കളെ നോക്കരുതോ, അത് ആണ്ട് മേലുള്ള ജിമ്മിദാരിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കേ. അത് പെണ്ണുകളുടെ അവകാശത്തിക്കറ്, പെണ്ണുക കൊടുക്കണായ അവകാശ, ആ അവകാശത്തെ ഞങ്ങൾ എപ്പം കാത്തു സൂക്ഷിക്കണം. അതേപോലെ സൂറത്തു ത്വലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് ലിയുൻഫിഖു ദൂ സഅത്തിൻ മിൻ സഅതിഹി, ആവുരെ പോലെ ആവുരൻക്ക്
നിങ്ങൾക്ക് ചെലവാക്കണോ അല്ലെ സാധ്യമുള്ളത്ര നിങ്ങൾ ചെലവാക്കണോ ആർക്ക് പെഞ്ഞായിക്ക് അതെ ഞങ്ങൾ ഏറ്റെടുത്തതായ അള്ളാഹുവിന്റെ അമാനത്തായിട്ട് ഏറ്റെടുത്തതായ പെഞ്ഞായി മാറുക മക്കൾക്ക് ആ ചെലവാക്കറെ രൂപത്തിൽ എത്ര നിങ്ങൾക്ക് സാധ്യം അത്ര അല്ലാണ്ട് ഞങ്ങൾക്ക് സാധ്യമില്ലാത്തത്ര ഞങ്ങൾ ആക്കുന്നുണ്ടെങ്കില്ല കുറെ പെഞ്ഞായിമാറ് മാപ്പിളമാര് എത്ര ഇതാക്കി വിൽക്കണം ഉപദ്രാക്കി വിൽക്കാറ് അല്ലെ കാസില്ലാത്തവർക്ക് പിന്നും അത് വേണം ഇത് വേണം കേൾക്കരുത് അത് പെഞ്ഞായിമാർ അർത്ഥാക്കണം മാപ്പിളമാരുടെ എത്ര ശമ്പളം ഉണ്ടാ എത്ര സാലറി ഉണ്ടാ അങ്ങനെ കാസ് എത്ര ഉണ്ടാ അതിനനുസരിച്ചിട്ട് ഞങ്ങൾ സപ്പോർട്ടായിട്ട് നിങ്ങൾ സപ്പോർട്ടായിട്ട് പോകണം ചൊല്ലതെറ്റിക്കല് ഇസ്ലാം പടിപ്പാട്ടില് അപ്പൊ പെഞ്ഞായിമാരുടെ അങ്ങനെ ബലത്തുറതും അങ്ങനെ രീതിയിലെ ആ ഔരക്ക് കൊടുക്കുന്നു അത് മാപ്പിളമാരുടെ കണ്ടായ മാപ്പിളമാരുടെ ജിമ്മിദാരി എത്തിക്കല് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം അതേപോലെ അങ്ക് താമസിക്കുള്ള ജാഗ അങ്ക് സ്റ്റേ ആക്കുള്ള ജാഗ അതും മാപ്പിളമാരുടെ മേലുള്ള കണ്ടായ അത് പെണ്ണുക്ക് കൊടുക്കുന്ന അവകാശ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു അസ്കിനുഹുന്ന മിൻ ഹൈതു മാ സകൻതും മിൻ വുജുദികും നിങ്ങ ഉള്ളവിടെ അകലും നിങ്ങളെ നിപ്പാട്ടണം നിങ്ങൾ എവിടെ താമസാക്കാറ നിങ്ങൾ എവിടെ സ്റ്റേ ആവുറാറ അവിടെ അങ്കും നിങ്ങൾ സ്റ്റേ ആവുന്നില്ല അവകാശം കൊടുക്കണം അവിടെ അങ്കും നിങ്ങൾ താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ചൊല്ലു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് നമുക്ക് കാണുക സാധ്യമാവും അതേപോലെ പെഞ്ഞായിമാരുടെ നീതി കാട്ടണം ന്യായ കാട്ടണം അല്ലെ ഒന്ന് രണ്ട് ആറ് പെഞ്ഞായിമാരുന്നെങ്കിൽ 2 3 4 പെഞ്ഞായിമാരുന്നെങ്കിൽ ആ പെഞ്ഞായിമാരുടെ നല്ല രീതിയിൽ നീതി കാട്ടണം ന്യായ കാട്ടണം അന്യായമ അനീതിയ അവരുടെ തീരാ ചൊല്ലു ഖുർആൻ ഹദീസിൽ നമുക്ക് കാണുക സാധ്യമാവും അല്ലെ ഒരാളെ അന്യായമ അക്രമമ ഒർക്കും ഒരു പെഞ്ഞായി നടുവിൽ ഇക്കുത്തീര അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടിയ വിഷയത്തിക്കല് അതെ ഒരാണെങ്കിൽ 4 മഹിള കൊടുത്തോളും അതെ 4 മഹിള ഇസ്ലാം പെർമിഷൻ തണ്ട് 4 പെഞ്ഞായി കൊടുത്തോളും ഇസ്ലാം പെർമിഷൻ തണ്ട് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറേ മത്ന വസുലാസ വറുബ ജണ്ട 3 4 മഹിളാവ ആയിക ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ നിങ്ങൾക്ക് ന്യായ കാട്ടുക പേടിയാവുന്നു കണ്ടെങ്കിൽ അന്യായം നിങ്ങൾ കാട്ടാറുണ്ട് കണ്ടെങ്കിൽ ഫവാഹിദ അപ്പൊ ഒന്നുമയോ യാര വേണ്ട അല്ലെ ഒന്നുമയോ യാര ഒന്നുരാട്ടി യാര ഉണ്ടുണ്ട് കണ്ടെങ്കിൽ ന്യായം നീതിയിലും അതേപോലെ അതേ നല്ല രീതിയിലും പോണു ചൊല്ലതെറ്റിക്കല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പാട്ടേ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കാണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലറേ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖ്സിമു ഫആദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നബിയുടെ പെഞ്ഞായിമാരുടെ നല്ല രീതിയിൽ നീതി കാട്ടിയവിന്ത് ന്യായ കാട്ടിയവിന്ത് ഓരോ പെഞ്ഞായി ഓരോ നാള് വെച്ചു കൊടുത്തോയിന്ത് അല്ലെ അങ്ങനെ എല്ലാ രീതിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ന്യായ കാട്ടിയവിന്ത് അങ്ങനെ ന്യായം നീതി കാട്ടിയ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദുആ നോയിന്ത് അല്ലാഹുമ്മ ഹാദാ ഖിസ്മി ഫീമാ അംലിക് അല്ലാഹുവേ ഈ ന്യായ ഈ നീതി ചൊല്ലത് നന്റെ കൺട്രോൾ എത്ര ആവൂ അത്ര നാണ് ആക്കിര നന്റെ എത്ര ആവൂ അത്ര നാണ് നീതി ന്യായ കാട്ടിര ഫലാ തദിൽനി ഫീമാ അംലിക വല അംലിക് അല്ലാഹുവേ നന്റെ കൺട്രോൾ ഇല്ലാണ്ട് ഞാൻ എന്തെങ്കിലും ഒരു അന്യായ കാട്ടിട്ടുണ്ടായെങ്കിൽ അതിന്റെ പേരിൽ നീ എന്നെ ആക്ഷേപിക്കേണ്ട റബ്ബേ ചന്തു അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ നിർചന്ത് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പാട്ടത് കാണുക സാധ്യമാവും അല്ലേ ചിലപ്പോ നമുക്ക് ഞങ്ങളെ കൺട്രോളിൽ ഇല്ലാണ്ട് പിരിസാ ചൊല്ലത് അത് ഞങ്ങളെ കൺട്രോളിലില്ല ഒരു സമയം ഫസ്റ്റ് പെഞ്ഞായിരത്തി യാറെ വിളിച്ചേക്കൂ അല്ലെങ്കിൽ രണ്ടാമത്തെ പെഞ്ഞായിരത്തി കൊറടിക്കൂ അത് ഞങ്ങളെ കൺട്രോളിലുള്ളതല്ല ആ ടൈമിൽ അല്ലാഹുവിന്റെ ആയത്തര ദ്വാർന്നത്ത് ന്യായം നീതി കാട്ടുക പോലെ ഞങ്ങൾ ആക്കുന്നു ചൊല്ലതെറ്റിക്ക് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേ അതേപോലെ ഇങ്ങനെ ന്യായം നീതി പെഞ്ഞായിരം നാളിൽ കാട്ടില്ല കണ്ടെങ്കിൽ ഖിയാമത്ത് നാളിൽ അങ്ങ മോട്ടിയോ പറവാറ് അല്ലെ മോട്ടിയോ പണ്ടേ അങ്ങ് ചെറുതിത്തും ചാഞ്ഞിത്തിങ്ങനെ മോട്ടിയോ പണ്ടേ ഒരവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ക് കൊടുക്കുറു എന്റെ അവിടെ കാണുമ്പത്തുക ആൾമാർക്ക് പിടിയാവും ഓരോ പെഞ്ഞായിമാരുടെ അനീതി കാട്ടിയാവും ഓരോ പെഞ്ഞായിമാരുടെ അന്യായ കാട്ടിയാവും ചൊന്ന് അവിടെ കാണുമ്പോൾ പിടിയാവുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാലിൽ മോട്ടലിട്ട് കൊടുക്കുന്നു അവൻ ചാലും ചെറുതിത്ത് പണ്ട അതേ തിക്കര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടേ അതേപോലെ ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കേട്ടിട്ട് നബിയേ മാ ഹഖ്ഖുൽ മർഅതി അല സൗജ് ഒരു ആണിന് ഒരു മാപ്പിളക്ക് പെഞ്ഞായി റൊട്ടി കൊടുക്കുന്ന അവകാശം എന്തിരെ പെഞ്ഞായി ആക്കി കൊടുക്കണായ വിഷയം എന്തിരെ ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ തുത്ഇമുഹാ ഇദാ തുഇംത നീ തിന്നറ കണ്ടെങ്കിൽ അവളും നീ തിന്നോ കൊടുക്കണം
നീ തിന്നുകാണിക്കണ്ടെങ്കിൽ അവളും നീ തിന്നു കൊടുക്കും. കുറെ ആൾക്കാർ ഹോട്ടലിൽ കൊണ്ടാറ് എന്തുള്ള തിന്നുകാറ് പെഞ്ഞായി തിണ്ടാള മക്ക തിണ്ടാള അതൊന്നും വായിച്ചാക്കില്ല. അങ്ങനെ ആവത്തീര അല്ലെ, നീ തിന്നുകാണിക്കണ്ടെങ്കിൽ അവൾക്കും നീ തിന്നു കൊടുക്കണം. അതേപോലെ അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുറേ വതക്സുഹ ഇദക്തസൈത, നീന് ഡ്രസ് ഇടാൻകണ്ടെങ്കിൽ അവൾക്കും നീ ഡ്രസ് ഇട്ട് കൊടുക്കണം, അവൾക്കും നീ ഡ്രസ് ഇട്ട് പാട്ടണം. വലാ തദ്രിബിൽ വജ്ഹ, അവളുടെ മോത്തുക്ക് നീ അടിക്കുക തീര. സാധാരണ മാപ്പിളമാർ ആകൃതായ ഒരു വിഷയത്തിക്ക് എന്റെ ഒരു അർസപർവത്തുകു ഒരടി മോത്തുകു അല്ലെങ്കിൽ വേറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുറേ വലാ തദ്രിബിൽ വജ്ഹ, അവളുടെ മോത്തുക്ക് അടിക്കുക തീര. വലാ തുഖത്യ, അവളെത്തിಗೆ ನೀನು ಬೇರೆ ಬೆಡಕು ಪದ ಯೂಸ್ ಹಾಕುತ್ತೀರಾ, പറയുകೂತೀರಾ, ಗೋಜಾಕುತ್ತೀರಾ. അതേപോലെ വല തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, പെണുങ്ങു ബന്ദിങ്കു വർസമ ഔത്തുലല്ലാട്ട് പർത്തിലൂടെ പെണുങ്ങു തീര. പെണുങ്ങിற ഒരു അവസ്ഥ ബന്ദിങ്കി പെണുങ്ങിற അവസ്ഥിക്കു തീര. ആയങ്ങു വർസം അങ്ങനെ ഔറെന്റ് കണ്ടെങ്കിൽ ഔത്തുലല്ലാട്ട് പർത്തില് പെണുങ്ങു തീര. ആൽമാർ കാണ്ട പോലെ അല്ലേ അല്ലെ മാപ്പിള എതൂറിലും കൊണ്ട് പിന്നെ റോളും കൊണ്ട് മാർക്കറ്റില് കാണുമ്പത്തേക്ക് പിടിയാറോ ഇങ്ങനെ ചെണ്ടാൽ എന്ത്രമാ മിസ്റ്റേക്ക് കൊണ്ട് എന്ത്രമാ ഇങ്ങനെ ചെണ്ടാൽ പെൺകൊണ്ടു ചൊന്ന് കാണുമ്പത്ത് പിടിയാറോ ഒരു അവസ്ഥ ഭർത്തറക്ക് കാട്ടുകുത്തീര. അങ്ങനെ പെണ്ണുങ്ങിற അവസ്ഥ വന്നെങ്കിൽ ഔത്തുലല്ലാണ്ട് ഭർത്തല് പെണ്ണു കുത്തീര ചത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപാട്ടുന്നത് കാണാൻ സാധ്യമാവും. അതേപോലെ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാൽ ചൊന്ന പൽക ഫത്തഖുല്ലാഹ ഫിൻ നിസാ, ഏ ആണുങ്ങളെ ഫത്തഖുല്ലാഹ ഫിൻ നിസാ, പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത ആക്കൂ, പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കൂ. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, അല്ലാഹുവിന്റെ അമാനത്തെ തെറ്റിക്കറിഞ്ഞ അങ്ങനെ ഏറ്റെടുത്ത് മഹിള ചൊന്നെങ്കിൽ ചെറിയൊരു അല്ലെ ഒരു മഹിളയ്ക്ക് അങ്ങനെ വിട്ടുമുട്ടതല്ല, അത് അല്ലാഹുവിന്റെ അമാനത്ത്, അല്ലാഹുവിന്റെ അമാനത്ത്. ആ അമാനത്തെ തിക്കറന്ന് ഏറ്റെടുത്തേ. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമാത്തില്ലാഹ്, അല്ലാഹുവിന്റെ കലിമത്ത് മുഖാന്തര അങ്ങനെ കുട്ടിയസ്ഥാന നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കി തന്നേ. അങ്ങനെ വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത കുරු ചൊന്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണികളൊട്ടിಗೆ ಬಂದು ചെല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യമാവും. അതേപോലെ വർക്ക ഹിന്ദ് റളിയല്ലാഹു അൻഹ, ഹിന്ദ് റളിയല്ലാഹു അൻഹ നമുക്ക് എല്ലാവർക്കും പിടിയുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹരെ കർല് ചോദിച്ചു തുപ്പിയെ അണ്ട് മുശ്രിക്കൈത്തിತ್ತು പിന്നെ ഇസ്ലാമുക്ക് ಬಂದರೈಮ ಐಮ ഹിന്ദ് റളിയല്ലാഹു അൻഹ വർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടമണ്ടെ എവരെ മുട്ടമത്ത് ചെല്ലുന്ന നബിയെ അബു സുഫിയാൻ ഹിന്ദ് റളിയല്ലാഹു അൻഹരെ മാപ്പിള. അബു സുഫിയാനക്ക് ചെലവ് തന്നോയില്ല, പിട്ടാസി കാട്ടിയേ ഉണ്ടു, ബഖീൽ കാട്ടിയേ ഉണ്ടു, ഞാൻ എന്തിനാക്കട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലറേ ഖുദി മാ യക്ഫീകി, നിനക്ക് എത്ര വേണം അത്ര നീ അവന്റെ അയാളുടെ കാസിൽ നിന്ന് നിങ്ങൾ എടുക്കൂ, അയാളുടെ കാസിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പെർമിഷൻ ഇല്ലാതെ എടുക്കുക. എങ്ങനെ ഉണ്ടായെങ്കിൽ ഒരു മാപ്പിള പെഞ്ഞായിക്ക് ചെലവ് കൊടുക്കില്ല അൻകണ്ടെങ്കിൽ, ഒരു മാപ്പിള പെഞ്ഞായിക്ക് ബേനായ പോലെ ചെലവ് കൊടുക്കില്ല, ബഖീല് കാട്ടറി പിട്ടാസി കാട്ടറി. അങ്ങനെ ഉണ്ടായ പെഞ്ഞായിക്ക് മാപ്പിളരെ പെർമിഷൻ ഇല്ലാണ്ട് ആ മാപ്പിളരെ കാസ് എടുക്കാം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചു കൊടുത്തതായ ഒരു വിഷയത്തിക്കറ്. അപ്പൊ ആ ഒരു വിഷയം ഞങ്ങൾ മനസ്സിലാക്കും. അനക്ക് വേമായ ചെലവും അനക്ക് വേമായ രീതിയിലും അനക്ക് ഹെൽപ്പ് ആക്കിത്തും അത് ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകണം. പെഞ്ഞായിരെ അങ്ങനെ അങ്ങനെ സ്വർത്തങ്ങളെ പോലെ ആക്കി കാണുകുത്തീര, ഔത്തുകൂർ സ്വർത്തങ്ങൾ ഇട്ടങ്ങളെ പോലെ ആകുത്തീര അല്ലെ, അനക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ആക്കുന്ന പോലെ ഞങ്ങൾ ആവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞായിമാർക്ക് ഹെൽപ്പ് ആക്കിയോ എന്ന് ചെന്ന് അതേ നബിയുടെ ജീവിതത്തില് ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലുറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തിലിക്കുമ്പോ നക്ക് അതേ ഗോതിരെ പിട്ടിങ്ങനെ കൊലിച്ചു തന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ലുറേ. അതേപോലെ നന്റെ സ്വർത്തിക്ക് ഹെൽപ്പ് ആക്കിയോ എന്ന് ബാങ്ക് കേട്ടെങ്കിൽ അതോടെ നിപ്പാട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിക്ക് പോയോണ്ടിരുത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചെല്ല പൽക്ക. അപ്പൊ പെഞ്ഞായിമാർക്ക് ഹെൽപ്പ് ആക്കുന്നത് ഒരു സുന്നത്തെ തിക്കറ് ചെല്ലത് ഞങ്ങൾ മാപ്പിളമാർ മനസ്സിലാക്കണം. അതേപോലെ മാപ്പിളമാർക്ക് പെഞ്ഞായിമാർ ആക്കി കൊടുക്കാനായ അവകാശമുണ്ടോ, ആ അവകാശം പെണ്ണിനെ മനസ്സിലാക്കണം. ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴത്തേക്ക് ദാമ്പത്യ ജീവനം നല്ല രീതിയിൽ കൊണ്ടേ അല്ലാണ്ട് യാതൊരു തലാഖും അതേപോലെ ഈ ദാമ്പത്യ ജീവനം ഒടഞ്ഞു പോണ്ടേ രണ്ടും അണ്ടർസ്റ്റാൻഡ് ഇല്ലാത്ത സമയത്തേക്ക് മാപ്പിളമാർക്ക് പെഞ്ഞായിമാർ ആക്കി കൊടുക്കാനായ അവകാശ, പെഞ്ഞായിമാർ മാപ്പിളക്ക് ആക്കി കൊടുക്കാനായ അവകാശ, ഇത് രണ്ടും ഞങ്ങൾ മനസ്സിലാക്കണം. എന്തിന് പെഞ്ഞായിമാർ മാപ്പിളക്ക് ആക്കി കൊടുക്കാനായ അവകാശന്റെ ഒന്നാമത്തെ ഞങ്ങൾ കന്യ കുത്തുമ്പോൾ ചൊന്ന പോലെ മാപ്പിളരെ അനുസരിക്കുന്നു ചൊല്ലതെത്തിക്കര്. ഇത്താഴത്ത് ചെറുത് ഒരു പെണ്ണുക വേണം മാപ്പിളരെ അനുസരണ ആക്കുണേ.
മാപ്പിളരെ അനുസരണാക്കണേ. അള്ളാഹും റസൂലും വിട്ടെങ്കിൽ പിന്നെ അവൾ അനുസരിക്കനായേ മാപ്പിളരെ എത്തിക്കല്. ഒരു പെണ്ണ് അത് ഗൗരവമായിട്ട് പെണ്ണിനെ മനസ്സിലാക്കണം. അല്ലെ ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ചിലർ പൽക്കൊണ്ടു വലൈസ അലൽ മർഅതി ബഅദ ഹഖ്ഖില്ലാഹി വറസൂലി, അല്ലാഹും റസൂലിലെ ഹഖ്ഖരെ വിട്ടെങ്കിൽ പിന്നെ പെണ്ണായിക്ക് ഹഖ്ഖുല്ലെ ആരനുസരിക്കൂ ഔജബ മിൻ ഹഖ്ഖി സൗജ്, അവളുടെ മാപ്പിളരെ അനുസരിക്കുന്ന എത്തിക്കല് പെണ്ണായിക്കുല്ലേ. അള്ളാഹും റസൂലും വിട്ടെ പിന്നെ അവളുടെ അവകാശമില്ലാണ്ട് അവളുടെ മാപ്പിളരെ അനുസരിക്കണം. മാപ്പിള ചൊന്നോടെ പോണം, മാപ്പിള ചൊല്ലാത്തോടെ പോണത് തീരാ. മാപ്പിളരെ പെർമിഷൻ ഇല്ലാണ്ട് അവത്തിന് പറത്തില്ല. അതേപോലെ മാപ്പിളരോട്ടിക്ക് പെർമിഷൻ കേൾക്കുന്ന നാ ഇന്നവിടെ പോട്ടാ, മാപ്പിള അവിടെ പോയി പോടും പെർമിഷൻ കൊടുത്തേ അവിടെ പിന്നെ വേറെ പോണ്ടേ. മാപ്പിളരെ പെർമിഷൻ ഇല്ലാണ്ട് തീരാ. ഒരൗത്തു പോണ്ടേ പെർമിഷൻ കേടുത്ത് എട്ടൗത്തു പോയി വണ്ടേ, ഇങ്ങനെ ആവും തീരാ. അതേപോലെ മാപ്പിളക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പൽക്കരയിൽ തീരാ. മാപ്പിളരെ ആയത്തിനെ കൊസിപ്പെടുത്തുന്നോളം എത്തിക്കണം. പിന്നെ അയച്ചുള്ളത് എത്തിക്കല് ഇസ്ലാം പഠിപ്പാട്ടേ. ദുനിയാവ് ചൊല്றது நல்ல டேஸ்ட் உள்ள சாமான் எத்திக்கரு. வகைரு மதாஇ துனியா, துனியா ஒரு டேஸ்ட் எல்லாத்தண்டி ஹைராയിട്ടുള്ളത് அல் மர்அத்து ஸாலிஹா, ஸாலிஹாയ ഒരു പെണ്ണെ എത്തിക്കറാല്. ആ ஸாலிஹായ പെണ്ണിന്റെ വിശേഷം എന്തിരെ മാപ്പിളരെ കൊസിയാക്കുവാട്ടത്. മാപ്പിള നോക്കുമ്പോഴത്തേക്കു ആ മാപ്പിളരെ കൊസിയാക്കുള്ളൂ അവളെ എത്തിക്കറാല് ஸாலிஹായ പെണ്ണ് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത് കാണാൻ സാധ്യവും. അപ്പൊ ഒന്നാമത്തേത് മാപ്പിളരെ അനുസരണ കാട്ടണം, മാപ്പിളക്ക് അനുസരിക്കണം. അതെത്തിക്കുന്ന പെണ്ണേരുടെ ഒന്നാമത്തെ ബാധ്യത, ഒന്നാമത്തെ അവകാശം. രണ്ടാമത്തേത് ശാരീരികമായിട്ടുള്ള ബന്ധത്തിന് അവകാശം ഉണ്ടാക്കി കൊടുക്കണം. അത് പെണ്ണേരുടെ കടമയെത്തിക്കല്. അതേ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുറേ നിസാഉകും ഹർതുൽ ലക്കും ഫഅതു ഹർതകും അന്നാ ശിഅതും വഖദ്ദിമു ലിഅൻഫുസികും. നിസാഉകും ഹർതുൽ ലക്കും, അതൊരു ഉപമയില് ഒരു ഉദാഹരണത്തിൽ അല്ലാഹു പഠിപ്പാട്ടേ. നിസാഉകും ഹർതുൽ ലക്കും, നിങ്ങളെ പെണ്ണായി ചൊല്ലുന്നത് അത് കൃഷിത്തോട്ടത്തെ പോലെ എത്തിക്കറാല്. അതെ നിസാഉകും ഹർതുൽ ലക്കും ഫഅതു ഹർതകും അന്നാ ശിഅതും, നിങ്ങ ഉദ്ദേശിക്കുന്ന രൂപത്തില് ആ കൃഷിത്തോട്ടത്തിലേക്ക് നിങ്ങൾക്ക് എൻറ്റർ ആവാ. വഖദ്ദിമു ലിഅൻഫുസികും, അതേപോലെ അങ്ക് നിങ്ങ എന്താക്കുന്നു തുഖദ്ദിം, നിങ്ങൾക്ക് അവരെ കുസിപ്പെടുത്തണം. പെഞ്ഞായിമാർ ഞങ്ങളെ കുസിപ്പെടുത്തുക മാത്രമല്ല ആ പെഞ്ഞായിമാർക്കുമുള്ള കുസി ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു ചൊല്ലിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പഠിപ്പാട്ടേ. ഇത് പെഞ്ഞായിമാരെ ഗൗരവമായി മനസ്സിലാക്കണം. യാർത്തെ പെണ്ണിങ്ങ ഈ വിഷയത്തിൽ ഫൈലാവതെ എത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യവരെ. അനുസരണങ്ങളുണ്ട്, മാപ്പിളരെ എല്ലാ രീതിയിലും അനുസരിക്കാറ്. മാത്രമാ ആ ശാരീരികമായ ബന്ധത്തിൽ വിളിക്കുമ്പോഴത്തേക്കു തടയില് പോലത്തെ ഒരു അവസ്ഥ ഇന്ന് ലോകത്ത് സംജാതയിട്ടുണ്ടു. ഇന്ന് ഞങ്ങളുടെ നടുവിൽ അത് കാണ്ട് ഖതീബ് ചൊല്ലുന്ന നിലയിൽ ചമ്മത്തെ ആൾമാർ വന്ന് ചെല്ലുന്നതും നമുക്ക് മനസ്സിലായിട്ടുണ്ടു. അതേ പെണ്ണിങ്ങ ഇത് ഗൗരവമായിട്ട് മനസ്സിലാക്കണം. തീരാ നിക്കാഹ് ഒരു ഉദ്ദേശം എന്തിരെ, നിക്കാഹ് ഒരു ഉദ്ദേശം എന്തിരെ ശാരീരികമായ ബന്ധം നടക്കുന്നു ചൊല്ലത് എത്തിക്കറ്. നിക്കാഹ് ഹിക്മത്തിൽ 3 ഹിക്മത്തെ എത്തിക്കറ് ഇസ്ലാം പഠിപ്പാട്ടേ. ഒന്ന് റഹ്മത്ത്, രണ്ട് മവദ്ദത്ത്, മൂന്നാമത്തത് വിലാദത്ത്. അല്ലെ ഒന്നാമത്തത് റഹ്മത്ത്, ആ പരസ്പര അനുസരണ. മാപ്പിള പെഞ്ഞായി മാപ്പിളരെ അണ്ടർസ്റ്റാൻഡ് ആക്കി പോകണം. അതെത്തിക്കറ് റഹ്മത്ത്. രണ്ടാമത്തത് മവദ്ദത്ത്, മവദ്ദത്ത് ചൊല്ലേന്ദ്രെ ശാരീരികമായിട്ടുള്ള ബന്ധം, ശാരീരികമായിട്ടുള്ള ബന്ധം. മൂന്നാമത്തത് വിലാദത്ത്, വിലാദത്ത് ചൊല്ലെ മക്ക. എത്ര മക്ക ചൊന്ന മക്കാക്കണു ഇസ്ലാം പഠിപ്പാട്ടത്. അത് ഒന്ന് ജനറൽ ഇപ്പാട്ടല്ല, നന്റെ ഉമ്മത്ത് യാറാവണം ചൊല്ലിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടേ. മക്ക യാറാക്കണു. നിങ്ങൾ ഒരു പെണ്ണിനെ മങ്ങിലാവരെങ്കിൽ നല്ല റഹ്മത്ത് കാട്ടണം. അതേപോലെ പെര്രെ നല്ല യാറ പെര്രെ പെണ്ണിനെ നിങ്ങൾ മങ്ങിലാവണം ചൊല്ലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത് കാണുക സാധ്യവും. അപ്പൊ ശാരീരികമായ ബന്ധ നിക്കാഹ് ഒരു ഹിക്മത്തെ എത്തിക്കറ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം. അതുക്കല്ലേ യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ ഫലതസവ്വജ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാലക്കാർമാരെ വിളിച്ചു ചൊല്ലുറേ, ഏ ബാലക്കാർമാരെ നിങ്ങൾക്ക് സാധ്യമാവുണ്ട് നിങ്ങൾ നിക്കാഹ് അല്ലെ, ಅದಕ್ಕೆ നിങ്ങൾക്ക് സാധ്യമില്ല ಅಂತ നിങ്ങൾ നോമ്പിടിക്കൂ. അതെന്താ ചൊല്ലെങ്കിൽ നിങ്ങളെ ഗുഹ്യ സ്ഥാനത്തെ സംരക്ഷിക്കുക. അപ്പൊ നിക്കാഹ് നിങ്ങളെ ഗുഹ്യ സ്ഥാനത്തെ സംരക്ഷിക്കുക വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാലക്കാർമാരെ വിളിച്ചു ചൊല്ലുന്നത് ബാലക്കാർത്തിമാരൊട്ടിക്കല്ല, ബാലക്കാർമാരൊട്ടിക്ക. എന്തേ അങ്ങനെ? അതെന്തേ ഒരാണും ഒരു പെണ്ണിന്റെ ലൈംഗികമായ ഉത്തേജന ഒരേ പോലല്ല. ആണുകിത്തൽ ആറുണ്ട്, പെണ്ണുകിത്തൽ കൊറുടി. അത്
സയൻസ് പരമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇത് കാണാൻ സാധ്യമാവും. അത് കഴിഞ്ഞിട്ട് ഇസ്ലാം ആണെങ്കിൽ 4 മംഗലാവുക അവകാശം കൊടുത്തേ അല്ല, 4 മംഗലാവുള്ള അവകാശം കൊടുത്തിരുന്നെങ്കിൽ ശാരീരികമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ഉത്തേജന ആണുകത്തിൽ യാറ പെണ്ണുകാട്ടി ഇത് ചൊല്ലനായിട്ട് പണ്ട്. കാരണം ഇത് ചെങ്ക കാട്ടൊരു വിഷയമല്ല. ഇസ്ലാമിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒർക്കും ചെങ്ക കാട്ടിട്ടില്ല ചൊല്ലവു. ആനായസബലു ആ പെണ്ണുങ്ങ അതുക്കുള്ള അവകാശ ആണ് ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. ಅದಕ್ಕಲ್ಲ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നരെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നരെ ഇദാ ദഅ അർ-റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി ഒരാണ് പെണ്ണിനെ ബെഡിക്ക് വിളിക്കുമ്പോ ഫിറാഷ് ബെഡിക്ക് വിളിക്കുമ്പോ അതായത് ആ ശാരീരികമായ ബന്ധത്തിന് വിളിക്കുമ്പോ ഫഅബത് അവൾ അത് തടയിറാവി അവൾ വണ്ടില്ലാണ്ട് കണ്ടെങ്കിൽ ഫബാത ഗൽബാൻ അലൈഹ മാപ്ല അവളുടെ മേൽ അർസത്തിൽ വർന്നിറാണ്ട് കണ്ടെങ്കിൽ ലഅനതുഹാ അൽ മലായികതു ഹത്താ തുസ്ബിഹു മലക്കുമാർ സുബഹിയാവുത്തോളൂ ആ പെണ്ണിന് ലഅനത്തിട്ടോ ഇക്റാറ് അല്ലാഹുവിനെ ലഅനത്തിട്ടോ ഇക്റാറ്. അല്ലാഹുവിനെ ലഅനത്ത് ചെന്നെങ്കിൽ അത്തർദു അൻ റഹ്മത്തില്ലാഹി തആല അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടിട്ട് ദൂരാവുന്നു മലക്കുമാർ ദുആർന്നു ഇക്റാർ. അല്ലാഹുവിന്റെ റഹ്മത്തിക്കല്ല പെണ്ണുകൾ അങ്ങനെ സബല മാപ്ലമാരെ ആ ഒരു അവകാശ പെണ്ണുണ്ടാക്കി കൊടുക്കണം. മാപ്ലമാർ വിളിക്കുമ്പോഴത്തേക്കും അതുക്കുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലാണ്ടെങ്കിൽ മലക്കുമാരെ ശാപ തട്ടുള്ള വിഷയ ഞങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ ആണുങ്ങൾക്ക് ചൊല്ലല്ലേ പെണ്ണിന്റെ കഷ്ടത്തും നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാണ്ട് എപ്പോ നോക്കിയെങ്കിലും ഏതേത് ഓരോ ഗണ്ടലും അങ്ങനെ പോണു തീരാ പെണ്ണുങ്ങളെ കഷ്ടം പെണ്ണുങ്ങളെ അവസ്ഥ ആ പെണ്ണുങ്ങളെ രീതി അങ്ങനത്തും നിങ്ങൾ മനസ്സിലാക്കണം ചൊല്ലത് ഗൗരവം. അതിക്ക് പരസ്പര അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഞങ്ങൾ അതെ ആ ദാമ്പത്യ ജീവനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകൂ ഞങ്ങൾക്ക് സാധ്യമാവുന്ന ചൊല്ല വിഷയ ഞങ്ങൾ മനസ്സിലാക്കണം. അതേ ദിക്കല് രണ്ടാമത്തെ അവകാശത്ത് ആണുകൾ കൊടുക്കണില്ലേ പെണ്ണിന് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഇസ്ലാമില് നല്ല രീതിയിൽ നല്ലൊരു അവസ്ഥയില് മുന്നോട്ട് പോയിട്ട് ഇസ്ലാം ചൊന്ന പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിയ മാർഗത്തിൽ ഞങ്ങൾ പോയാണ്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോയി എത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സൂക്ഷിച്ച് ജീവിക്കുന്ന സ്വന്തം നന്ദിയും നിങ്ങൾ എല്ലാവരോടും വസിയത്താക്കുന്നില്ല ഉപദേശിച്ചിട്ടുള്ള അല്ലാഹു അനുഗ്രഹിക്കും. സഹോദരന്മാരെ സഹോദരിമാരെ ചൊല്ലുന്ന വിഷയ ദാമ്പത്യ ജീവനത്തിൽ അല്ലാഹും റസൂലും എത്ര പഠിപ്പാട്ടിര അതുപോലെ നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ ഞങ്ങളുടെ ദാമ്പത്യ ജീവനത്തെ വിജയകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധ്യം. ആണ് പെണ്ണിന് ആക്കി കൊടുക്കുന്ന അവകാശം ആക്കി കൊടുക്കണം. പെണ്ണ് ആണുക അവകാശം ആക്കി കൊടുക്കുന്നതായ അവകാശത്തെ ആക്കി കൊടുക്കണം. പെണ്ണിനെ അവകാശത്തിൽ പിന്നൊരു വിഷയ എത്രത്തോളം ഒരു പെണ്ണിന് മാപ്പിലേക്ക് അവകാശം ആക്കി കൊടുക്കുമ്പോൾ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ മനസ്സിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ലൗ കുന്തു ആമുറ അഹദൻ അൻ യസ്ജുദ ലിഗൈരില്ലാഹി അല്ലാഹു അല്ലാഹ்க்கு സുജൂദ് ഇടുறது இஸ்லாம் என்று சொல்றே பயங்கர വലിയ ശിക്ഷ இருக்கிறது. അല്ലാഹു അല്ലാഹ்க்கு ദുആ ചെയ്യുന്നത് അല്ലാഹു അല്ലാഹ்க்கு ഇബാദത്ത് കൊടുക്കുന്നത് അല്ലാഹു അല്ലാഹ്ക്ക് കേൾക്കുന്നത് അത് ഭയങ്കര വലിയ തപ്പേറ്റിക്ക്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി അല്ലാഹു ശിർക്കാക്കുന്നത് അല്ലാഹു ഒരിക്കലും മാഫാക്കില്ല. അത് എത്ര വലിയ ആളാവും അല്ലെങ്കിൽ അല്ലാഹുവേ എത്ര മുത്തത്താളാവും അവൻ എത്ര ഇബാദത്ത് എടുക്കട്ടെ കറക്റ്റ് നിസ്കരിക്കട്ടെ നോപ്പിടിക്കട്ടെ സക്കാത്ത് കൊടുക്കട്ടെ അജ്ജാക്കട്ടെ എന്തിനാക്കട്ടെ ശിർക്കുണ്ട അവൻ നരകത്തിൽ കാലാകാല ഇക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാഫാക്കില്ല. അല്ലാഹു സഹിക്കുകയാവാത്ത വലിയ ഒരു തപ്പേറ്റിക്കുന്നത് അങ്ങനത്തെ ഒരു വിഷയ അല്ലാഹു അല്ലാഹ്ക്ക് ഉണ്ടു കണ്ടെങ്കിൽ അല്ലാഹു അല്ലാഹ് കൊടുക്കുക ആവുറുണ്ട് കണ്ടെങ്കിൽ ഞാനത് കൽപ്പന ആക്രാണ്ട് കണ്ടെങ്കിൽ അതൊരു പെഞ്ഞായൊട്ടിಗೆ മാപ്പിളക്ക് സുജൂദ് ഇടുന്ന ചൊല്ലാത്ത അപ്പൊ എത്ര വലിയ ബാധ്യത ഒരു പെഞ്ഞായിക്ക് മാപ്പിളൊട്ടിക അല്ലേ. അങ്ങനത്തെ അത്ര വലിയ തപ്പു അത് ഒരു സമയം അല്ലാഹു ഒരാൾക്ക് അനുവദിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരാളൊട്ടിಗೆ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ അതൊരു പെഞ്ഞായൊട്ടിಗೆ നാ ചൊല്ലാത്ത മാപ്പിളക്ക് സുജൂദ് ഇടുവോ അങ്ങനെ ഇല്ല. അങ്ങനെ എന്തിനാണ് നാ ചൊല്ലാത്ത അപ്പൊ മാപ്പിളകളുടെ അവകാശം എത്ര വലിയതുണ്ടും
ആ മാപ്പിളരെ എത്ര അനുസരിക്കുന്ന ഒരു പെണ്ണ്, ആ മാപ്പിളരെ ആക്കി കൊടുക്കാനായി അവകാശം എത്ര വെല്ലുണ്ട് ചൊല്ലത് ഈ ഒരു ഹദീസിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പെണ്ണുങ്ങ അതേപോലെ ആണിയും നല്ല രീതിയിൽ ഇസ്ലാം പഠിപ്പാട്ടുന്ന രൂപത്തില് ആ അവകാശത്തെ പരസ്പര അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് റഹ്മത്തില് കാരുണ്യത്തില് അതേപോലെ മവദ്ദത്തില് നല്ല രീതിയിൽ ജീവിതത്തിൽ കൊമ്പോണം. അങ്ങനെ മാത്രം ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നല്ല രീതിയിൽ കൊമ്പോണം സാധ്യമാവേ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കാനായി ഒരു വിഷയത്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് തരട്ടെ. ഞങ്ങൾക്ക് തപ്പുറ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാഫാക്കി തരട്ടെ. ഞങ്ങളുടെ കൂട്ടത്തില് രോഗത്തിലുള്ള ആൾമാർ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. രണ്ട് പെണ്ണുങ്ങ ക്യാൻസറിലുള്ള അതേപോലെ ചെമ്മറ്റാൾമാർ രോഗത്തിന് വസിയത്താക്കി ദുആക്ക് വസിയത്താക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രോഗത്തെ ശിഫയാക്കി കൊടുക്കട്ടെ. അല്ലാഹു അൻക്ക് ആരോഗ്യ ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു അൻക്ക് അങ്ങനെ കുടുംബത്തിന് ശാന്തിയും സമാധാനം കൊടുക്കട്ടെ. അതേപോലെ ഞങ്ങൾ എല്ലാവരും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ കഷ്ടമുള്ള ആൾമാരെ കഷ്ടത്തെ അല്ലാഹു ഇല്ലാണ്ടാക്കി കൊടുക്കട്ടെ. കടത്തെ തീർക്കുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അതേപോലെ ഞങ്ങൾ എല്ലാവരും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിലാക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أقم الصلاة.